ഇതിൻ്റെ വിശ്വാസ ആചാര കർമ്മങ്ങളെ പരിഹസിക്കാനും അപഹസിക്കാനുമൊക്കെ പരിശ്രമിച്ചിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ പുറത്തു നിന്നും അത്തരം ആളുകൾ അത്തരം പരിശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ ചേകനൂർ മൗലവിയെപ്പോലെയുള്ള ആളുകൾ ഈ പരിശുദ്ധ ഇസ്ലാമിനെ ഉള്ളിൽ നിന്ന് തകർക്കാൻ വേണ്ടി പരിശ്രമിച്ച ആളുകളാണ്. പ്രധാനമായും 4 പരിണാമഘട്ടങ്ങളെ നമുക്ക് അവരുടെയൊക്കെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെയൊക്കെ ആദർശ പ്രബോധനത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആദ്യമായി അവർ ചെയ്യുന്നൊരു പ്രവർത്തനം ഇസ്ലാമിൽ നിലവിലുള്ള 14 നൂറ്റാണ്ട് കാലമായി മുസ്ലിമീങ്ങൾ പാലിച്ച് ആചരിച്ചു പോരുന്ന വിശ്വാസ ആചാര കർമ്മങ്ങളിൽ സംശയമുണ്ടാക്കുക. നമസ്കാരം അങ്ങനെയല്ല, നോമ്പിൻ്റെ രൂപം അങ്ങനെയല്ല, ഹജ്ജിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതുപോലെ തന്നെ വിശ്വാസപരമായ കാര്യങ്ങളിൽ ഒരുപാട് അബദ്ധങ്ങളുണ്ട്, അതൊക്കെ പരിഷ്കരിക്കണം. അതിലൊക്കെ പുരോഹിതന്മാരായ ആളുകൾ ഒരുപാട് കടത്തിക്കൂട്ടിയിട്ടുണ്ട് എന്നു പറഞ്ഞ് ആളുകളെ, ആദ്യമായി ഇസ്ലാം അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന മുസ്ലിമീങ്ങളെ അവരുടെ വിശ്വാസ ആചാര കർമ്മങ്ങളിൽ സംശയമുണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം, ഇസ്ലാമിൻ്റെ ആദ്യത്തെ ഓഡിയൻസായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിനെ കുറിച്ച് മോശമായ തെറ്റിദ്ധാരണയുണ്ടാക്കുക. സ്വഹാബത്തി എന്ന് പറഞ്ഞാൽ അത്ര മുന്തിയ ആളുകളൊന്നുമല്ല, ചോദ്യം ചെയ്യപ്പെടാതെ സ്വീകരിക്കപ്പെടേണ്ടവരല്ല. അവർ വിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങൾക്ക് വിപരീതമായി കൊണ്ട് പ്രവർത്തിച്ചവരാണ്. അവരിൽ ഒരുപാട് കൊള്ളരുതായ്മകളുണ്ട് എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിനെ അപഹസിക്കുക. മൂന്നാമതായി, ഈ സ്വഹാബത്തിനെ തള്ളിക്കഴിഞ്ഞാൽ പിന്നെ പ്രമാണങ്ങൾക്ക് നിലനിൽപ്പുണ്ടാവുകയില്ല. കാരണം സ്വഹാബത്തിൻ്റെ കൈകളിലൂടെയാണ് പ്രമാണങ്ങൾ നമുക്ക് കിട്ടിയത്. അപ്പോൾ പിന്നെ സ്വഹാബത്ത് പോയി കഴിഞ്ഞാൽ ഖുർആനും സുന്നത്തും സംശയത്തിൻ്റെ നിഴലിലാകും. അതിനെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുക. നാലാമതായി, പരിശുദ്ധ ഇസ്ലാം മാത്രമല്ല ശരി, എല്ലാം ശരിയാണ്. ഇസ്ലാം അനുസരിച്ചുകൊണ്ട് ജീവിച്ചാൽ മാത്രമേ മോക്ഷം ലഭിക്കൂ എന്നൊന്നും പറയേണ്ടതില്ല. ആർക്കും മോക്ഷം കിട്ടും. ഈ ഒരു പരിണാമഘട്ടം കേരളത്തിൽ എന്നല്ല ലോകത്തിൻ്റെ എവിടെയുള്ള ഇത്തരത്തിലുള്ള പരിഷ്കരണവാദികളുടെ ചരിത്രം പരിശോധിച്ച് നമുക്ക് കാണാൻ കഴിയും. ഇപ്പം ചേകനൂരിൻ്റെ ഒരു പരിണാമഘട്ടം ഈ രൂപത്തിലാണ്. ആദ്യം അയാൾ വന്ന് പറഞ്ഞത് ഇസ്ലാം ശരിയില്ല, ഖുർആൻ ശരിയില്ല എന്നല്ല. ഹദീസുകൾ സ്വീകരിക്കാൻ 2 സാക്ഷികൾ ആവശ്യമാണ്. പിന്നെ പറഞ്ഞു ഹദീസുകൾ മുത്തവാത്തിർ ഉണ്ടെങ്കിലേ സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. പിന്നെ പറഞ്ഞു നിസ്കാരം 3 ഉള്ളൂ. പിന്നെ 3 ഇല്ല, 1 ഉള്ളൂ. 1 തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ര നിർബന്ധമുള്ളൂ. പിന്നെ പറഞ്ഞു ഹദീസുകൾ പ്രമാണമല്ല. പിന്നെ അവസാനം പറഞ്ഞു ഖുർആനിലും ഒരുപാട് അബദ്ധമുണ്ട്. അവസാനം അയാൾ പറഞ്ഞെത്തിയത് സർവമത സത്യവാദത്തിലാണ്. ഇതെല്ലാ പരിഷ്കരണവാദികളും അവസാനം എത്തുന്ന അവിടെയാണ്. ഇന്ന് ചേകനൂർ മൗലവിയുടെ വിശ്വാസ അല്ലെങ്കിൽ അയാളുടെ പാത പിന്തുടരുന്ന ഒരു വ്യക്തി, CH മുസ്തഫ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് കേരളത്തിൽ. എന്താണോ ചേകനൂർ മൗലവി കേരളത്തിൽ പണ്ട് പ്രസംഗിച്ച് എഴുതി വച്ചത് അതിനെ പൊടി തട്ടിയെടുത്ത് തൻ്റെതായ ശൈലിയിൽ കേരളത്തിന് അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നൊരു വ്യക്തിയാണ് അയാൾ. മനുഷ്യൻ നന്നായാൽ മതി, മതം ഏതായാലും കുഴപ്പമില്ല എന്ന് പറയുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയക്കാരനാണ് അയാൾ. അത് അയാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആരോപണം പറഞ്ഞതല്ല, അയാൾ വ്യക്തമായിക്കൊണ്ട് തന്നെ അത് എഴുതിയിട്ടുണ്ട്. പിന്നീട് ഞാൻ ശ്രീനാരായണ ഗുരു ദർശനങ്ങളിൽ വീക്ഷണങ്ങളിലും ആകൃഷ്ടനായി എന്ന് അയാൾ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളായ ആളുകൾക്കിടയിൽ മുസ്ലിമായി അഭിനയിച്ച്
എന്താണോ ജൂതന്മാരും ഷിയാക്കളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആശയം അത് പറയാം. നോക്കൂ നിങ്ങൾ, അയാളുടെ ചില സംസാരങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഈ പരിഷ്കരണവാദികൾ അവസാനം എവിടേക്കാണ് എത്തുക, എന്തൊക്കെയാണ് അവർക്ക് പറയാനുണ്ടാവുക? പുതിയ പുതിയ ഗവേഷണങ്ങളാണ്. കാരണം പുതിയത് ആളുകൾ പറഞ്ഞാൽ ആളെ കിട്ടുള്ളൂ. സാധാരണ അറബി ഭാഷയിൽ പറയാറുണ്ട് ലിക്കുല്ല് ജദീദിൻ ലദ്ദ, എല്ലാവരും പുതിയതിനും ഒരു ആസ്വാദനമുണ്ട്. പഴയതിങ്ങനെ പറഞ്ഞു തന്നാൽ ചിലപ്പോൾ ആളെ കിട്ടൂല എന്ന് ആളുകൾ സാധാരണ പറയാറുണ്ട്. പക്ഷെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനല്ല. അപ്പോൾ വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് പുതിയ ആശയങ്ങൾ പറയുക. അയാൾ പറയുന്നൊരു ആശയം നോക്കൂ നിങ്ങൾ. അയാൾ പറയാണ് ഇസ്ലാമിൽ ബലി ഇറക്കാൻ പാടില്ല, ഉളുഹിയത്ത് ഇറക്കാൻ പാടില്ല, അഖീഖ ഇറക്കാൻ പാടില്ല, മൃഗത്തെ ബലി കൊടുക്കാൻ പാടില്ല. അങ്ങനെ ബലി കൊടുക്കാൻ പാടില്ലെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. കേട്ടോളൂ സംസാരം. ഞാൻ പറയുന്നത് ഖുർആനിൽ അറുക്കരുത്, ബലി അറുക്കരുത്, പുണ്യം വിചാരിച്ച് ബലി അറുക്കരുത് എന്ന് ഖുർആനിലുണ്ട്, ഇല്ലേ? ലൻ യനാലല്ലാഹ ലുഹൂമുഹ വലാ ദിമാഉഹ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. സൂറ ഹജ്ജിൽ അല്ലാഹു പറയുന്നു, നിങ്ങൾ ബലിയറുക്കുകയാണെങ്കിൽ അതിൻ്റെ മാംസമോ രക്തമോ ഒന്നും അല്ലാഹുവിലേക്ക് ഒരിക്കലും എത്തിച്ചേരൂല എന്നല്ല പറയുന്നത്, ഒരിക്കലും എത്തിച്ചേരുകയില്ല. ലൻ എന്ന പ്രത്യയം യനാലു എന്ന ഭൂതകാല ക്രിയയോട് ചേർന്ന് വന്നിരിക്കുന്നു. അറബി ഭാഷയുടെ പ്രാഥമികമായ നിയമങ്ങൾ പഠിച്ചവർക്കറിയാം, ലൻ എന്ന പ്രത്യയം ഭൂതകാല ക്രിയയോട് ചേർന്ന് വന്നാൽ ഒരിക്കലും സംഭവിക്കുകയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ലൻ യഫ്അല, ഒരിക്കലും പ്രവർത്തിക്കുകയില്ല. ലൻ യനാല, ഒരിക്കലും വന്നു ചേരുകയില്ല, ഒരിക്കലും വന്നു ചേരൂല, ഈ ലോകത്തുമില്ല പരലോകത്തുമില്ല. ലുഹൂമുഹാ വലാ ദിമാഉഹ, അതിൻ്റെ മാംസമോ രക്തമോ നിങ്ങൾ അറുത്തിട്ടൊരു കാര്യമില്ല. അതാണ് പറയുന്നത്, അറുത്തിട്ടൊരു കാര്യവുമില്ല, അള്ളാഹുവിങ്കിലേക്ക് അത് വന്നു ചേരുകയില്ല എന്ന് കട്ടായം പറയുന്നു. വലാകിൻ യനാലുഹു തഖ്വാ മിൻകും, നിങ്ങളിൽ തഖ്വയോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ ആവശ്യം. അതാണ് അള്ളാഹുവിലേക്ക് എത്തിച്ചേരുക. തഖ്വയോടുകൂടി ജീവിക്കുകയാണ് വേണ്ടത്, അല്ലാതെ പോത്തിനറുത്തിട്ട് എന്ത് പുണ്യം? നിങ്ങൾ പറയേ, പോത്തിനറുത്തിട്ട് എന്ത് പുണ്യം എന്നാ ഇയാൾ പറഞ്ഞ? എന്താണ്? ബലിയറുക്കാൻ പാടില്ലെന്ന് വിശുദ്ധ ഖുർആനിലുണ്ട്. എന്തായത്? ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ, അതിൻ്റെ മാംസവും അതിൻ്റെ രക്തവും അള്ളാഹുവിലേക്ക് എത്തുകയില്ല. ഏതിൻ്റെ മൗലവി? ഏതിൻ്റെ? അതിൻ്റെ രക്തവും അതിൻ്റെ മാംസവും അള്ളാഹുവിലേക്ക് എത്തുകയില്ല. ആയത്ത് പകുതിക്കുന്ന ഓതിയത്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഈ ബിദ്അത്തിന്റെ കക്ഷികൾ ആയത്തോതി ഒരു ആശയം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് അതിൻ്റെ മുമ്പ് എന്തെങ്കിലും അല്ലാഹ് ഇതിനെ ഗണിച്ചിട്ടുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറയുന്നത് സൂറത്തുൽ ഹജ്ജിലാണ്. ഇയാൾ ഓതിയ ആയത്ത്, ആ ആയത്ത് 37-ാമത്തെ ആയത്താണ്. അതിന് തൊട്ട് മുമ്പുള്ള 2 ആയത്ത് പരിശോധിച്ചോളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻ, എല്ലാ ഉമ്മത്തിലും ചില ആരാധനാ കർമ്മങ്ങളുണ്ട്. ലിയദ്കുറു ഇസ്മല്ലാഹി അലാ മാ റസഖഹും മിൻ ബഹീമത്തുൽ അൻആം, ആ ആരാധനയിൽപ്പെട്ടതാണ് ബഹീമത്തുൽ അൻആമിൽ നിന്ന്, അഥവാ കന്നുകാലി വർഗത്തിൻ്റെ മേൽ അള്ളാഹുവിനെ സ്മരിക്കുക. എന്താ ഈ കന്നുകാലിൻ്റെ മേൽ അള്ളാഹിനെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ? പോത്തിൻ്റെ അടുത്ത് അല്ലാഹു അക്ബർ പറയല, അത് ഇബാദത്താ. ആ അള്ളാഹുവിനോർത്തുകൊണ്ട് അതിനെ അറുക്കുക. അറുക്കുക എന്നതാണ് അള്ളാഹുവിടെ കൊടുക്കുന്ന നിർദ്ദേശം. ഇനി അതിന് ശേഷമുള്ള ആയത്തുള്ള പറയും വൽബുദ്ന ജഅൽനാഹാ ലക്കും മിൻ ശആയിരില്ലാഹ്, ബലിമൃഗങ്ങൾ. വൽബുദ്ന എന്ന് പറഞ്ഞാൽ ബലിമൃഗങ്ങൾ, ബലിയൊട്ടകങ്ങൾ. ആ ഒട്ടകങ്ങളെ അള്ളാഹു നിങ്ങൾക്കൊരു അള്ളാഹുവിൻ്റെ ചിഹ്നമാക്കിയിട്ടിരിക്കുന്നു. ഫദ്കുറു ഇസ്മല്ലാഹി അലൈഹാ സവാഫ, നിങ്ങൾ അണിയണിയായി നിർത്തിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ നാമത്തെ അതിനുമേൽ ഉച്ചരിക്കണം. ഇനി അയാൾ പറയാണ് ബലിയറുക്കാൻ പാടില്ല എന്ന് ഖുർആൻ. അടുത്ത വാചകം എന്താ അറിയോ? ഫൈദാ വജബത് ജുനൂബുഹാ, ആ മൃഗങ്ങൾ അറുത്ത്, ആ മൃഗങ്ങളെ നിങ്ങൾ അറുത്തതിന് ശേഷം അതിൻ്റെ പാർശ്വഭാഗങ്ങൾ നിലത്തേക്ക് വീണാൽ ഫകുലൂ മിൻഹാ, അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിച്ചു കൊള്ളുക. ജീവനുള്ള മൃഗത്തെ ഭക്ഷിക്കാൻ പറ്റുമോ? ഇയാൾ പറഞ്ഞെന്താ? ബലിയറുക്കുക എന്നുള്ളത് ഖുറാനിലില്ല. അതിന് തൊട്ട് മുമ്പുള്ള ആയത്ത് മറച്ചു വെച്ചിട്ടാണ് ഉപരി പറഞ്ഞത്. ഫകുലൂ മിൻഹാ, നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കുക. ഏതിൽ നിന്ന് ഭക്ഷിക്കുക? ബലിമൃഗങ്ങളുടെ മാംസം നിങ്ങൾ ഭക്ഷിക്കണം. വഅത്ഇമുൽ ഖാനിഅ വൽ മുഅ്തർ, അതുപോലെ തന്നെ
ആവശ്യപ്പെട്ട് വരുന്നവനും അതുപോലെ തന്നെ യാചിച്ചു വരുന്നവനുമൊക്കെ നിങ്ങൾ അത് കൊടുക്കുകയും ചെയ്യുക. എന്നിട്ടാണല്ലോ പറഞ്ഞത് ലയ്യനാലല്ലാഹലുഹൂമ, നിങ്ങൾ ബലിയെറുത്ത് നിങ്ങൾ ഭക്ഷിച്ചിട്ടുണ്ട്, ആ ഭക്ഷിച്ചതിൻ്റെ രക്തവും മാംസവും അള്ളാഹ്ക്ക് വേണ്ട, നിങ്ങളുടെ തഖ്വയാണ് അള്ളാഹ്ക്ക് വേണ്ടത്. അപ്പം നിങ്ങൾ ബലിയെറുത്ത് അത് നിലത്ത് വീണ് കിടക്കുന്ന പിന്നെ അതിൻ്റെ രക്തം അള്ളാഹ്ക്ക് ആവശ്യമില്ല. കാരണം പണ്ട് ജാഹിലിയ കാലഘട്ടത്തിൽ അതിൻ്റെ രക്തം എടുത്തിട്ട് വിഗ്രഹങ്ങളുടെ മേലൊക്കെ പരറ്റി അങ്ങനെ പല ആചാരങ്ങളുണ്ടായിരുന്നു. അത് നിങ്ങൾ ചെയ്യരുത്, അത് അള്ളാഹ്ക്ക് ആവശ്യമില്ല. അതിൻ്റെ മാംസവും നിങ്ങൾക്ക് ഭക്ഷിക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കണം, വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആശയത്തെ കട്ടുമുറിച്ച് ബലിയെറുക്കാൻ വിശുദ്ധ ഖുർആനിൽ ബലിയെ പാടില്ലെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്നു. ഇയാൾ പറയാണ്, ഞാൻ പലതവണ വെല്ലുവിളിച്ചിട്ടുണ്ട്, ഇതിന് മറുപടി പറയാനുള്ള ഒരൊറ്റ മൂല്യമാരും വന്നിട്ടില്ല എന്നൊക്കെ ഇയാൾ വലിയ ആവേശത്തോ പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങളെ കട്ടുമുറിച്ചുകൊണ്ടാണ് ഇയാൾ പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ ബലി അറുക്കാൻ പാടില്ലെന്നല്ല, ബലി അറുത്ത മൃഗങ്ങളുടെ മാംസവും രക്തവും അള്ളാഹ്ക്ക് ആവശ്യമില്ല, നിങ്ങളുടെ തഖ്വയാണ് ആവശ്യം. അഥവാ ഒരു ബലി അറുക്കുന്ന മനുഷ്യൻ്റെ ഈമാൻ പ്രധാനമാണ്, അയാളുടെ തഖ്വ പ്രധാനമാണ്. ഇതാണ് അള്ളാഹുവിൻ്റെ ഖുർആനിലുള്ളത്. ഇങ്ങനെയാണ് ഈ ആളുകളൊക്കെ ഖുർആൻ വ്യാഖ്യാനിക്കുക. അവനവനൊരു മനസ്സിലൊരാശയം ഉണ്ടാവും, എന്നിട്ട് എവിടെയെങ്കിലും ഖുർആൻ്റെ ഒരു ആയത്ത് അപ്പുറത്തിന് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തിട്ട് കണ്ടോ അള്ളാഹ് ഇങ്ങനെ പറഞ്ഞിട്ട്, അതുകൊണ്ട് നീ എന്ത് ചെയ്യണ്ട, ഒളുഹിയത്ത് കൊടുക്കണ്ട. ഇനി ഇയാൾ പറയാണ്, ഇനി ഒളുഹിയത്ത് കൊടുക്കേണ്ട പകരം എന്താ കൊടുക്കുക, ആളുകൾക്ക് കട്ടില വാങ്ങിക്കൊടുത്തോളി, അതുപോലെ തന്നെ സ്വതക്ക് കൊടുത്തോളി. സ്വതക്കും കട്ടിലൊക്കെ വേറെ കൊടുക്കും മൂലവി. അള്ളാഹുവിൻ്റെ ഖുർആനിൽ പറഞ്ഞ ഉളഹിയത്ത് അത് മുസ്ലിമീങ്ങൾ 14 നൂറ്റാണ്ട് കാലമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള ആളുകൾ അത് നടത്തിയിട്ടുണ്ട്. പിന്നെ ബലിയെറുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് പിന്നെ സാധാരണക്കാരായ ആളുകൾ ചോദിക്കൂലേ, ഇപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം മകനെ ബലിയെറുക്കാൻ വേണ്ടി സ്വപ്നം കണ്ടല്ലോ. അപ്പൊ അതിന് അവിടെ ഒരു പുതിയ വ്യാഖ്യാനമുണ്ട്, കേട്ടോളൂ. എൻ്റെ ഈ മാർഗത്തിൽ നിന്നെ സമർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലാതെ കഴുത്തിൽ കത്തിവെക്കാന്നല്ല. ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറ. നമ്മൾ നമ്മുടെ മക്കളോട് പറയാറില്ലേ, മോനെ ബാപ്പാക്കൊരു സ്വപ്നമുണ്ട്, നിന്നെക്കുറിച്ചൊരു സ്വപ്നമുണ്ട്, നിന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുക്കാനാ തീരുമാനം. എന്താ അതിൻ്റെ അർത്ഥം? നാളെ തന്നെ കത്തിയും പിടിച്ചിട്ട് പോയിട്ട് പിന്നെ കഴുത്തിൽ കത്തി വെക്കുന്നതാണോ? അല്ല, പിന്നെയോ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്ന് പറഞ്ഞാൽ ധർമ്മമാർഗത്തിൽ നിന്നെ സമർപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെയാണ്. മറിയം ബീവിയെ കുറിച്ച് മറിയം ബീവിയുടെ ഉമ്മ പറഞ്ഞില്ലേ, നദർതു ലക മാ ഫീ ബത്നി മുഹററൻ ഫതഖബ്ബൽ മിന്നി, എൻ്റെ വയറ്റിലുള്ള ഈ കുട്ടിയെ ഞാൻ നിനക്ക് ബലി നൽകിയിരിക്കുന്നു, നേർച്ചയാക്കിയിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താ? മറിയം ബീവിനെ അറക്കുന്നാണോ? ഇബ്രാഹിം നബി അത്രേ പറഞ്ഞിട്ടുള്ളൂ, എനിക്കൊരു സ്വപ്നമുണ്ട്, നിന്നെ ബലി നൽകുന്നതായിട്ട് സ്വപ്നം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ. അപ്പോൾ കുട്ടി എന്ത് പറഞ്ഞു? സതജിദുനി ഇൻഷാ അല്ലാഹു ഫഫഅൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. അപ്പോൾ എന്താ പറഞ്ഞു? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കണ്ട സ്വപ്നം എന്താണ്? ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നെ സമർപ്പിക്കുന്നു, അല്ലാതെ ബലിയെറുക്കല്ല, കത്തിയെടുത്തറക്കലല്ല. എന്നിട്ട് അദ്ദേഹം പിന്നെ മറിയം ബീവിൻ്റെ ആയത്ത് ഇന്നി നദർതുൽ റഹ്മാനി സൗമ, അതവിടെ മൗലവി ബലി, ഇന്നി നദർത്തു ഞാൻ നേർച്ച നേർന്ന അർത്ഥം, അല്ലാതെ ബലി കൊടുത്തു എന്നർത്ഥമല്ല. അപ്പോൾ അവിടെ മുമ്പ് ചെറിയൊരു എന്നിട്ട് അതിനേക്ക് കൂട്ടിക്കെട്ടാൻ വേണ്ടി പരിശ്രമിക്കാൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം മകനെ ബലിയെറുക്കാൻ തീരുമാനിച്ചിട്ടില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒഴിഞ്ഞിടാൻ വേണ്ടിയാണ് തീരുമാനിച്ചത്. ഏതുപോലെ? മറിയം ബീവി വിട്ടതുപോലെ. ശരി. എന്നാൽ വിശുദ്ധ ഖുർആനിൽ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ബലി നടപ്പാക്കുന്ന രംഗം വിശദീകരിക്കുന്നുണ്ട് ഖുർആനിൽ. ഇയാൾ പറഞ്ഞത് കത്തിയിൽ തർക്കരുത് എന്നല്ലേ? ഇബ്രാഹിം നബിയോട് പറയും, ഇബ്രാഹിം നബി ഒരിക്കലും കത്തിയിൽ തർക്കാൻ പോയിട്ടില്ല, ദീനിന്റെ മാർഗത്തിൽ ഒഴിഞ്ഞിട്ടതാണ്. എന്നെ കേട്ടോ, വിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് കാണാം, ഫലമ്മ അസ്ലമ, ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും അള്ളാഹുവിന്റെ കൽപ്പനക്ക് കീഴൊതുങ്ങി, വതല്ലഹു ലിൽ ജബീൻ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിൽ നബിയെ അറുക്കുവാൻ വേണ്ടി മുഖം ഭൂമിയിലേക്ക് ചേർത്തു കിടത്തി. സമർപ്പിച്ചു. ഒന്നിനെ ആ കുട്ടിനെ എന്തിനാ പിടിച്ച് ഇടങ്ങേറാക്കണേ? ഇയാളുടെ വ്യാഖ്യാന പ്രകാരം സ്വന്തം മകനെ ദീനിന്റെ മാർഗത്തിൽ ഒഴിഞ്ഞിട്ടതാണ്. ആ ഒഴിഞ്ഞിട്ട മകൻ എന്തിനാ പിടിച്ചിട്ട് ഭൂമിക്ക് എന്തിനാണ് മൂന്ത കുടിച്ചിട്ട് എന്തിനാ കുത്തണത്? അർക്കാനാണ്. ഇത് വിശുദ്ധ ഖുർആൻ ഇബ്രാഹിം, അപ്പോഴാണ് നാം വിളിച്ചത്, അല്ലോ ഇബ്രാഹിം ഖദ് സദ്ദഖ്ത റുയ, നീ കണ്ട സ്വപ്നത്തെ
താങ്കൾ സാക്ഷാത്കരിച്ചിരിക്കുന്നു. എങ്ങനെ? ഒഴിഞ്ഞിട്ടതാണെങ്കിൽ ആ കുട്ടിനെ വെറുതെ അടങ്ങറാക്കേണ്ട ആവശ്യമുണ്ടോ? ഈ രൂപത്തിൽ പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ കണ്ടെത്തി ഇതൊന്നും അറിയാത്ത കുറച്ച് ആളുകൾ അത് വളരെ ശരിയാണല്ലോ, പുതിയ വ്യാഖ്യാനമാണ്, പുതിയ പരിഷ്കർത്താവാണ്, പുതിയ നവോത്ഥാനമാണ് എന്നൊക്കെ പറഞ്ഞ് എട്ടും പൊട്ടും തിരിയാത്ത ഇസ്ലാമിൻ്റെ ABCD പോലും അറിയാത്ത കുറേ ആളുകൾ അതിനുവേണ്ടി കമാൻഡ് അടിക്കാനും അതിനുവേണ്ടി ആളുകൾക്കിടയിൽ ഫിത്നയും ഫസാദും ഉണ്ടാക്കി നടക്കുകയാണ്. ഇതുപോലെയുള്ള പരിഷ്കരണങ്ങളാണ് പലപ്പോഴും ഇത്തരം ആളുകൾ നടത്താറുള്ളത്. അറബി ഭാഷ അറിയില്ല, ഇത് ഞാൻ വെറുതെ പറയല്ല. ലോകത്ത് എവിടെ നിങ്ങൾ ഇസ്ലാമിൻ്റെ പേരിൽ ഇത്തരം പരിഷ്കരണവാദവുമായി കൊണ്ട് നടക്കുന്ന ആളുകളെ എടുത്തു പരിശോധിച്ചോ, അറബി ഗ്രാമർ അറിയില്ല, അറബി ഭാഷ അറിയില്ല. ഒരു ഉദാഹരണം നോക്കൂ നിങ്ങൾ. ഇയാൾ പറയാണ് ലൈലത്തുൽ ഖദർ, മുസ്ലിമീങ്ങളായ ആളുകളുടെ ഇബാദത്തുകളൊക്കെ ഫസാദാക്കലാണ് ഇവരുടെ ലക്ഷ്യം. മുസ്ലിമീങ്ങൾ വളരെ താല്പര്യപൂർവ്വം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന 1000 മാസത്തേക്കാൾ പുണ്യമുള്ള ലൈലത്തുൽ ഖദറിൻ്റെ രാവ്, ആ ലൈലത്തുൽ ഖദറിൻ്റെ രാവ് ഒരു പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് ഇറങ്ങി വരൂല. ഖുർആൻ ആവർത്തിക്കുമെന്ന്, ലൈലത്തുൽ ഖദർ ആവർത്തിക്കുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല എന്ന് കേട്ടോളൂ. ഖുർആൻ അവതരിക്കാൻ ആരംഭിച്ച ഒരു രാവിൻ്റെ അതിൻ്റെ മഹത്വത്തെക്കുറിച്ച്, അത് മനുഷ്യരാശിയിൽ ഉണ്ടാക്കി തീർക്കാൻ സാധ്യതയുള്ള വിപ്ലവങ്ങളെക്കുറിച്ച് ഒരായത്തിന് കൊല്ലാകൊല്ലം ആവർത്തിക്കുന്ന പുണ്യങ്ങളുടെ അല്ലെങ്കിൽ കൂലികളുടെ മാമാങ്കമായി അവതരിപ്പിക്കുകയും എന്നിട്ട് അതിനെ 1, 3, 5, 7, 9ൻ്റെയും കണക്ക് പറഞ്ഞിട്ട് മനുഷ്യരെ കൺഫ്യൂഷനിലാക്കുകയും അങ്ങനെ ആകപ്പാടെ എന്തൊക്കെയോ. അങ്ങനെ സിയാറത്തിന് പോകുന്നവർ, വാഹനത്തിൽ കയറി യാത്ര ചെയ്യുന്നവർ, പള്ളിയിൽ പോയി കിടന്നുറങ്ങുന്നവർ, അന്ന് രാത്രി ഉറങ്ങാതിരിക്കുന്നവർ, ഇതൊക്കെ ചെയ്തോട്ടെ, ഇതിനൊന്നും ഒരു കുഴപ്പമില്ല. ഞാൻ പറയുന്നത് ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ സ്വന്തമായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണെങ്കിൽ ഒരു കുഴപ്പമില്ല, നല്ലതാണ്. പക്ഷേ ഇതിനൊരു മതകീയമായ മാനം വരുത്തിയിട്ട് മനുഷ്യനെന്തിനാ പറ്റിക്കണതും? നിങ്ങൾ ഖുർആനൊന്ന് വായിച്ചു നോക്ക്. എന്താ ഖുർആനിൽ പറഞ്ഞത്? എല്ലാ കൊല്ലം ഇറങ്ങി വരുമെന്നാണോ? എല്ലാ കൊല്ലം ഇത് ആവർത്തിക്കുമെന്നാണോ? ലൈലത്തുൽ ഖദർ ആവർത്തിക്കുമെന്ന് ഖുർആനിൽ എവിടെയുള്ളത്? ലൈലത്തുൽ ഖദർ ആവർത്തിക്കുന്നു ഖുർആനിൽ എവിടെയുള്ളത്? ഖുർആൻ ഓതിയാൽ മതി, സൂറത്തുൽ ഖദർ എന്ന് ഓതി നോക്കിയാൽ മതി. അതിന് കുറച്ച് അറബി ഭാഷയും കൂടി അറിയണം. ഇയാൾ തന്നെ പറയുന്നുണ്ട് ഖുർആൻ ഓതാനുള്ളതല്ല, ഖുർആൻ ഓതിയാൽ കൂലി കിട്ടൂല എന്ന് ഇയാൾ തന്നെ പറയുന്നുണ്ട്. ഈ ലൈലത്തുൽ ഖദർ ആവർത്തിക്കുന്ന വിശുദ്ധ ഖുർആനിലുണ്ട്. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ആ വിശുദ്ധ ഖുർആനിനെ നാം ലൈലത്തുൽ ഖദർ അവതരിപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഖുർആൻ ഇറങ്ങിയതിനെ സംബന്ധിച്ച് അള്ളാഹു പ്രയോഗിച്ച പദം എന്താണ്? ഇന്ന അൻസൽനാഹു, നാം അതിനെ അവതരിപ്പിച്ചിരിക്കുന്നു. മാളിയായ ഫിഅലാണ്. അതേ സമയത്ത് പിന്നീട് തനസ്സലുൽ മലായികത്തു വറൂഹു ഫിഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. ലൈലത്തുൽ ഖദറിൽ മലക്കുകൾ ഇറങ്ങുന്നതിനെ സംബന്ധിച്ചും ജിബ്രീൽ ഇറങ്ങുന്നതിനെ സംബന്ധിച്ചും അള്ളാഹു പറഞ്ഞത് ജിബ്രീൽ ഇറങ്ങി എന്നല്ല, മലക്കുകൾ ഇറങ്ങി എന്നല്ല. അവിടെ ഖുർആൻ ഇറങ്ങിയതിനെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ ഇറങ്ങി എന്ന് പറഞ്ഞു. പക്ഷെ ജിബ്രീലും അതുപോലെ തന്നെ മലക്കുകളും ഇറങ്ങിയതിനെ സംബന്ധിച്ചിടത്തോളം തനസ്സലു എന്ന മുളാരി ആയ ഫീലാണ് അള്ളാഹ് പ്രയോഗിച്ചിട്ടുള്ളത്. മുളാരി എന്ന് പറഞ്ഞാൽ പ്രസന്റ് ആൻഡ് ഫ്യൂച്ചറാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു, ഇനി നടക്കാനിരിക്കുന്നതുമായ കാര്യമാണ്. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ റസൂലുള്ളാഹിന്റെ അടുക്കൽ ഖുർആനുമായി എന്ന് ഇറങ്ങി. പക്ഷെ ഇനി ലൈലത്തുൽ ഖദറിൽ ഇനിയും വരും, വന്നുകൊണ്ടിരിക്കും. വിശുദ്ധ ഖുർആൻ കൊണ്ട് തന്നെ ലൈലത്തുൽ ഖദർ ഇനിയും പ്രതീക്ഷിക്കാമെന്ന് ആർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. ഈ രൂപത്തിൽ അറബി ഭാഷയുടെ പ്രാഥമികമായ നിയമങ്ങൾ പോലും അറിയാതെയാണ് ഇത്തരം ആളുകൾ ഖുർആനിൻ്റെ പരിഷ്കരണവാദവുമായി കൊണ്ട് ചില ആളുകൾ രംഗത്ത് വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒന്നാമത്തെ ഘട്ടമാണ്. എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾക്കിടയിൽ സാധാരണയായിക്കൊണ്ട് വിശ്വാസ കർമ്മ ആചാരങ്ങളിൽ അവർ അനുഷ്ഠിച്ചു പോരുന്ന കാര്യങ്ങളൊക്കെ സംശയത്തിന് മുന്നിൽ നിർത്തുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? ഈ ഖുർആൻ ആരിലൂടെയാണ് കിട്ടിയ? റസൂലുള്ളാഹിന്റെ സഹാബത്ത്. ആ സഹാബത്തിനെ സംബന്ധിച്ച് മോശം തെറ്റിദ്ധാരണ ഉണ്ടാക്കുക. ഇയാൾ സഹാബത്തിനെ കുറിച്ച് പറഞ്ഞ വാചകം കേട്ടോളൂ. സഹാബി എന്ന വാക്ക് അതിന്റെ സാങ്കേതികാർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോൾ പ്രവാചകന്റെ കമ്പാനിയൻസിനാണ് സാധാരണ നിലക്ക് സഹാബി എന്ന് പറയാറുള്ളത്. അപ്പോൾ സഹാബികൾ നമുക്ക് മാതൃകയാണ് എന്ന് ബ്ലൈൻഡായിട്ട് വളരെ അടഞ്ഞ വിധത്തിൽ പറയാൻ സാധിക്കുമോ? സഹാബികൾ മാതൃകയാണ് എന്ന് പറയാൻ ഒക്കുമോ? അങ്ങനെ പറയാൻ സാധ്യമല്ല എന്നാണ് ഖുർആനിൽ നിന്ന് അതുപോലെ ചരിത്രത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സഹാബികൾ മാതൃകയല്ല, പിന്നെ ആരാ മാതൃക? ഇയാളെ പോലത്തെ കുറച്ച് ആൾക്കാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിക്കാൻ വേണ്ടി അള്ളാഹ് തെരഞ്ഞെടുത്ത ആളെ ഖൗമുൻ ഇഖ്താറഹുമുല്ലാഹു ലിസുഹ്ബത്തി നബിയ്യി. റസൂലുള്ളാഹിന്റെ കൂടെ ജീവിക്കാൻ അള്ളാഹ് സെലക്ട് ചെയ്ത ആളുകളാണ് സഹാബത്ത്. റസൂലുള്ളാഹിനെ കണ്ടവരെല്ലാം സഹാബിയായിട്ടില്ല. മക്കത്തുള്ളവരൊക്കെ സഹാബിയായിട്ടുണ്ടോ? മദീനത്തുള്ള എല്ലാവരും സഹാബിയായിട്ടുണ്ടോ? ഇല്ലല്ലോ.
അപ്പൊ പ്രവാചകന്റെ കൂടെ ജീവിക്കാൻ അള്ളാഹ് സെലക്ട് ചെയ്തവരാണ് സഹാബത്ത്. ആ സഹാബത്തൊക്കെ പിന്നെ സ്വീകാര്യന്മാരാണെന്ന് കണ്ണടച്ച് പറയാനൊന്നും പറ്റൂല. എന്നാൽ അള്ളാഹ് സഹാബത്തിനെ പറ്റി പറഞ്ഞെന്താ? മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റഹ്മഹു ബൈനഹും തറാഹും റുക്അൻ സുജദൻ യബ്തഗൂന ഫളലൻ മിനല്ലാഹി വറിദ്വാന സീമാഹും في وجوههم من أثر السجود ذلك مثلهم في التوراة ومثلهم في الإنجيل كزرع خرج شطأه فآزره فاستغلظ فاستوى على سوقه يعجب الزراع ليغيظ بهم الكفار وعد الله الذين آمنوا وعملوا الصالحات منهم مغفرة وأجرا عظيما. റസൂൽ അള്ളാഹിന്റെ സഹാബത്തിനെ കുറിച്ച് തൗറാത്തിലുണ്ട്, ഇഞ്ചീലിലുണ്ട് എന്ന് അള്ളാഹിന്റെ ഖുർആൻ പറയാണ്. അത്രയും ശ്രേഷ്ഠരാണ് റസൂൽ അള്ളാഹിന്റെ സഹാബത്ത്. ആ സഹാബത്തിനെ കൊച്ചാക്കൽ നിഫാഖിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഇമാം തഹാബി റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഹുബ്ബു സഹാബത്ത് ദീനും വ ഈമാനും വ ഇഹ്സാനുൻ വബഗ്ളുഹും നിഫാഖും വ കുഫ്റുൻ. റസൂലുള്ളാഹിന്റെ സഹാബത്തിനെ സ്നേഹിക്കുക, അവരോട് ബഹുമാനം കാണിക്കുക, അത് ഈമാനിന്റെ ഭാഗമാണ്. അവർ വെറുക്കൽ കുഫ്റാണ്, നിഫാഖാണ്, കാപട്യമാണ്. ഈ കാപട്യം കണ്ടത് ഇനി തീർന്നില്ല. ലോകത്ത് അമ്പിയാക്കന്മാർ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖിനും ഇയാൾ വെറുതെ വിടുന്നില്ല. ഇതൊക്കെ ചേകരൂരിൻ്റെ പാരമ്പര്യ. എന്നിട്ട് ഇയാളെന്തോ വലിയ വസ്തുവാണെന്ന് വിചാരിച്ചു കൊണ്ട് നടക്കുന്ന സ്വഭാവങ്ങളായ മുസ്ലിമീങ്ങളുണ്ട്. കേട്ടോളൂ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ഇയാൾ പറഞ്ഞെന്താ? നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വസ്തുത, ചരിത്രത്തിൽ സഹാബി എന്ന പദം അത്ര വിശുദ്ധമായി കണക്കാക്കപ്പെടേണ്ടതല്ല എന്നാണ്. എല്ലാവർക്കും അവരവരുടേതായ ശക്തി ദൗർബല്യങ്ങളുണ്ട്. എന്തുകൊണ്ട് ഫതക്ക് അബൂബക്കർ സിദ്ദീഖ് നിഷേധിച്ചു? അബൂബക്കർ സിദ്ദീഖിന് ഖുർആൻ അറിയാത്ത ആളാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? റസൂലിന്റെ കൂടെ ആദ്യം മുതലേ ഉള്ള ആളല്ലേ? ഖുർആൻ മനസ്സിലാകാത്ത ആളാണെന്ന് പറയാൻ പറ്റുമോ? യൂസിക്കുമുല്ലാഹു ഫീ ഔലാദിക്കും ലിദ്ദക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ. സൂറത്തുൻ നിസാഇൽ അനന്തരാവകാശ നിയമം കൃത്യമായി പറഞ്ഞിട്ടില്ലേ? വാപ്പാന്റെ സ്വത്ത് മോക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ലേ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാപ്പാന്റെ സ്വത്ത് മുഹമ്മദ് നബിയുടെ സ്വത്ത് മുഹമ്മദ് നബിയുടെ ഏക മകളായിട്ടുള്ള ഫാത്തിമാക്കല്ലേ കൊടുക്കേണ്ടത്? അപ്പോൾ മുഹമ്മദ് നബിക്ക് പ്രവാചകന്മാരുടെ സ്വത്ത് മക്കൾക്ക് കിട്ടില്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇത് ഖുർആൻ തിരിയാത്ത ആളാണ് അബൂബക്കർ സിദ്ദീഖ്. എന്നിട്ട് എന്തുകൊണ്ടാണ് പ്രവാചകന്റെ സ്വത്ത് മക്കൾക്ക് കിട്ടൂല എന്ന് ഖുർആനിന് വിരുദ്ധമായ ഒരു സമീപനം അബൂബക്കർ സിദ്ദീഖ് സ്വീകരിച്ചത്? തെറ്റായിരുന്നു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക് റസൂലുള്ളാഹിന്റെ സ്വത്ത് കൊടുത്തില്ല എന്ന് 14 നൂറ്റാണ്ട് കാലമായി ശിയാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നുണയാണ്. ആ നുണയാണ് ഈ ആവർത്തിച്ചിരിക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കലും അനർഹമായി കൊണ്ട് സ്വത്ത് തടഞ്ഞു വെച്ചിട്ടില്ല. കാരണം അമ്പിയാക്കന്മാരുടെ സ്വത്തുക്കൾ അനന്തരമെടുക്കപ്പെടുകയില്ലെന്ന് ഇസ്ലാമിൻ്റെ നിയമമാണ് മൗലവി. ആ നിയമം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തെറ്റിച്ചിട്ടില്ല. ആ കാര്യത്തെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ പേരുള്ള ചാർജ് ഷീറ്റ് ആയിക്കൊണ്ട് ഷിയാക്കൾ അബൂബക്കർ സിദ്ദീഖിനോടുള്ള ദേഷ്യം തീർക്കാൻ, പക തീർക്കാൻ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ദുരാരോപണം. ഇപ്പൊ കേരളത്തിലും ഷിയാക്കളുടെ ഏജന്റുമാർ പറയാണ് ഇയാൾ 1-ാം നമ്പർ ഷിയാണ്. അതുകൂടി മനസ്സിലാക്കിക്കോളി. ഷിയാക്കൾ എന്താണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തന്നെ പറയാണ്. അപ്പൊ ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത്, ഇത് ഇയാളുടെ മാത്രത്തിലല്ല, ചേകരൂരിന്റെ പുസ്തകത്തിലും ഇതേ ആശയുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഫാത്തിമ റളിയല്ലാഹു അൻഹുക്ക് അനന്തരം കൊടുത്തില്ല. പിന്നെ ഇയാൾ ചോദിക്കണം എന്താണ് യൂസിക്കുമുല്ലാഹു ഫീ ഔലാദിക്കും എന്നുള്ളത്? അള്ളാഹിന്റെ ഖുർആന്റെ നിയമമല്ല മക്കൾക്ക് സ്വത്ത് കിട്ടണമെന്ന്. പക്ഷെ ആ മക്കൾ പ്രവാചകന്മാരുടെ മക്കളാണെങ്കിൽ കിട്ടൂല എന്നുണ്ട്. ആ പ്രവാചകന്മാർ സക്കാത്ത് സ്വീകരിക്കുകയില്ല എന്നും ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഇസ്ലാമിൻ്റെ ബാലപാഠങ്ങൾ ഒന്നും അറിയാതെ, അറബി ഭാഷ അറിയാതെ ഇത്തരത്തിലുള്ള ആളുകൾ വലിയ പരിഷ്കരണം പറയാണ്. ഇനിയോ അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണം, മഹാനായ സിദ്ദീഖ് റളിയല്ലാഹുവിനെ സംബന്ധിച്ചാണ് ഇയാൾ ഈ ഗുരുതരമായ ആരോപണം പറഞ്ഞ ഖുർആനിനെതിരായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ചെയ്തു എന്നാ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആരാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു? അള്ളാഹിന്റെ ഖുർആനിൽ അബൂബക്കർ സിദ്ദീഖിനെ പറ്റില്ലേ റളിയല്ലാഹു അൻഹു? അള്ളാഹുവിന്റെ ഖുർആനിൽ 14 നൂറ്റാണ്ടുകളായി മുസ്ലിങ്ങൾ ഓതിക്കൊണ്ടിരിക്കുന്ന വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ട, സൂചന നൽകപ്പെട്ട വ്യക്തിയാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഖാല സാഹിബിഹി ലാ തഹ്സൻ. പ്രവാചകന്റെ സാഹിബ് എന്നാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ കൂട്ടുകാരനെന്നാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പറ്റി അള്ളാഹ് പറഞ്ഞത്. ഇയാൾ പറഞ്ഞതോ ഖുർആനെതിരായി ചെയ്ത വ്യക്തിയെന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇങ്ങനെയാണ് പരിഷ്കരണത്തിൻ്റെ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി മാത്രമല്ല, ഇയാൾ റസൂലുള്ളാഹിന്റെ സഹാബത്തിൽ ആരും സ്വീകരിക്കാറില്ല. മുആവിയ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് വളരെ മോശമായ രീതിയിലാണ് ഇയാൾ സംസാരിക്കാറ്. അത് ഇയാൾ മാത്രമല്ല കേട്ടോ, ശേഖനൂർ മൗലവിയും അങ്ങനെ വേറെയും കുറേ ആൾക്കാരുണ്ട് മുആവിയ റളിയല്ലാഹു അൻഹു ചീത്തർ. അവിടെ ശരിക്കും മനസ്സിലാക്കിക്കോളി, എന്തിനാണ് ഈ ആളുകൾ
ഈ പരിഷ്കരണവാദികൾ എന്ന് പറയപ്പെടുന്ന ആളുകൾ മുആവിയ റളിയല്ലാഹുവിനെ ലക്ഷ്യം വെക്കുന്നത്, അതിൽ വലിയൊരു അജണ്ടയുണ്ട്, ഗൂഢമായ അജണ്ടയുണ്ട്. എന്താ അറിയോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിലും അല്ലാത്ത റസൂലുള്ളാഹിൻ്റെ കാലഘട്ടത്തിലുമൊക്കെ ഖുർആൻ എഴുതിയിരുന്ന ഒരാളാണ് മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിൻ്റെ എഴുത്തുകാരനാണ്. അപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു മോശക്കാരനാണെന്ന് വന്നാൽ അള്ളാഹിൻ്റെ ഖുർആൻ നമുക്ക് കയറാൻ വേഗം എളുപ്പമാണ്. ആ മോശപ്പെട്ട ആൾക്കാർ എഴുതില്ല നിങ്ങളെ ഖുർആൻ. അതാ ശിയാക്കൾ പറഞ്ഞത്. 70,000-ഓളം ആയത്തുകൾ ഖുർആനിലുണ്ടായിരുന്നു. അതൊക്കെ അബൂബക്കറും ഉമറും ഉസ്മാനും ഒക്കെ വെട്ടിച്ചുരുക്കിയതാണ് എന്ന ആരോപണത്തിന് ശക്തി പകരാനാണ് മുആവിയ റളിയല്ലാഹുവിനെതിരെ ഈ ആളുകൾ കുതിര കയറാറുള്ളത്. ഇനിയോ പിന്നെ സഹീൽ ബുഖാരി അവർ സ്വീകരിക്കാറില്ല. അതേപോലെ തന്നെ ഇസ്ലാമിക ശരീഅത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമായിക്കൊണ്ട് സംസാരിക്കും. ഈ പറയുന്ന റഹീമിൻ്റെ വിഷയം വന്നപ്പോൾ അതിൽ വരെ ഇയാൾ ഇടപെട്ടുകൊണ്ട് റസൂൽ പിന്നെ ഇസ്ലാമിക ശരീഅത്താണ് അതിന് കാരണക്കാരെന്ന് വരെ പറഞ്ഞു വെച്ചു. ഇനി മാത്രമല്ല, ഈ പരിഷ്കരണവാദികൾ പറഞ്ഞിപ്പോൾ നമ്മുടെ ചില ആൾക്കാരൊക്കെ പറഞ്ഞ വാചകം കൂടി ഇയാൾ പറഞ്ഞു. ആയിഷ ബീവിൻ്റെ വയസ്സ്, അതിപ്പോൾ ചില ആൾക്കാർ ഇത്തരം പരിഷ്കരണവാദികളായ ആളുകളുടെ സംസാരം കേട്ടിട്ട് നമ്മളും കുറച്ച് ആൾക്കാർ പറയും ആയിഷ ബീവിനെ റസൂലിനെ കല്യാണം കഴിച്ചത് 6-ാം വയസ്സിൽ. അതേതായാലും കുറച്ച് ഏറിപ്പോയി. അപ്പോൾ 16 എന്നുള്ള ചിലപ്പോൾ 6 തെറ്റിപ്പോയതായിരിക്കും, അല്ലെങ്കിൽ 18 എന്നുള്ള 8 മാറിപ്പോയതായിരിക്കും എന്നൊക്കെ നമ്മളിങ്ങനെ ഒപ്പിച്ച് പരിഷ്കരിച്ച് പറയാം. ഇതൊക്കെ ഈ പരിഷ്കരണവാദികളാണ് ഇവിടെ കേരളത്തിൽ ആദ്യം വിളമ്പിയത്. ഇയാൾ പറയട്ടെ. രണ്ടാമത് പൗരോഹിത്യത്തോട് നമുക്ക് ചോദിക്കാനുള്ളത്, അന്ന് അറബികൾ ആരെങ്കിലും 6 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തതായിട്ട് നിങ്ങൾ ചരിത്രത്തിൽ രേഖ കാണിച്ചു തരൂ. നിങ്ങൾ പറയുന്നുള്ളത് നാട്ടുനടപ്പായിരുന്നു. ഗാന്ധിജിയുടെയും അംബേദ്കറുടെയും കാര്യം നിങ്ങൾ അവിടെ വെക്ക്. അറേബ്യയിലാണല്ലോ മുഹമ്മദ് നബി ജനിച്ചത്, അവിടെയാണല്ലോ വളർന്നത്, അവിടെ നിന്നാണല്ലോ വിവാഹം ചെയ്തത്. ഏതെങ്കിലും ഒരു അറബി, ഒരു കാട്ടറബിയെങ്കിലും 6 വയസ്സുള്ള ഒരു കുട്ടിയെ അന്ന് വിവാഹം ചെയ്തതായിട്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു നടപ്പ് അവിടെ ഉള്ളതായിട്ട് ഏതെങ്കിലും പുസ്തകത്തിൽ എഴുതി വെച്ചതായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാനൊക്കെ വെറുതെ വർത്തമാനം പറയരുത്. വെറുതെ വർത്തമാനം പറയുന്നു മൗലവി. അതിന് നമുക്ക് പറയുള്ളത്, നിങ്ങൾ ഏത് ചരിത്രം വായിച്ച്? ഈ പറയുന്ന ആളുകൾ ഏത് ചരിത്രമാണ് വായിച്ചിട്ടുള്ളത്? ഞാൻ പറയുന്നു, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവാഹവുമായി കൊണ്ട് ബന്ധപ്പെട്ട ആ ഹദീസ് പോലും നിങ്ങൾ വായിച്ചിട്ടില്ല. ആ ഹദീസ് പോലും വായിച്ചിട്ടില്ല. അതിലുണ്ട് ഇയാളെന്ന് പറഞ്ഞത്, അന്ന് 6-ാം വയസ്സിൽ അവിടെ വിവാഹം നടക്കുന്ന സമ്പ്രദായം ഒരു കാട്ടറബി പോലും ചെയ്തിട്ടുണ്ടോ എന്നാന്നില്ലേ? എന്നാൽ കാട്ടറബിയില്ല. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവാഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കൊണ്ട് ആലോചിക്കുന്നതിന് മുമ്പ് മുത്അം ബിൻ അദിയ് തൻ്റെ മകന് വേണ്ടി ആയിഷ റളിയല്ലാഹു അൻഹ വിവാഹം അന്വേഷിച്ചിരുന്നു. ഇത് ആയിഷ ബീവിയുടെ വിവാഹവുമായി കൊണ്ട് ബന്ധപ്പെട്ട് വന്ന അതേ ഹദീസിലുണ്ട്. അത് കണ്ടിട്ടില്ല. ഇപ്പോൾ ജൂതന്മാർ കൊടുക്കുന്ന നോട്ടും ഷിയാക്കളുടെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത ചില നോട്ട്സുകളും എടുത്ത് ഈ മുസ്ലിമീങ്ങൾക്കിടയിൽ ഷിയായിസും ജൂതായിസും പ്രചരിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ കുറച്ചൊക്കെ തലതിരിഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ ബുദ്ധിയാണ് വെറുതെ പ്രമാണമല്ല എന്നൊക്കെ ചിന്തിക്കുന്ന ഏതെങ്കിലും കുറച്ച് ആൾക്കാരെ കിട്ടിയാൽ അവരും കൂടി കൂട്ടാലും വിചാരിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ചില ചെപ്പടി വിദ്യകൾ തട്ടിവിടാൻ വെല്ലുവിളിക്കാണ്. നിങ്ങൾ കാണിച്ചു തരാൻ കഴിയുമോ? അതുകൊണ്ട് നിങ്ങൾ ഖുർആൻ പഠിക്കണം, ഹദീസ് പഠിക്കണം എന്നാണ് ആ വിഷയത്തിൽ പറയാറുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, 4-ാമത്തെ ഘട്ടം എന്താ? ഈ സഹാബത്തിനെ തള്ളി പിന്നെ പ്രമാണങ്ങളെ സംബന്ധിച്ചിടത്തോളം തെറ്റിദ്ധാരണ ഉണ്ടാക്കുക. ആ തെറ്റിദ്ധാരണ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അവസാനം എവിടെ എത്തുക? എല്ലാ മതങ്ങളും സത്യമാണ്. ഇത് ഇയാൾ എഴുതിയ പുസ്തകമാണ്, ഇസ്ലാമിലെ മോക്ഷ സിദ്ധാന്തം എന്ന് പറയുന്ന പുസ്തകം. ഈ പുസ്തകത്തിൽ ഇയാൾ പറഞ്ഞെന്താ അറിയോ? അള്ളാഹിൻ്റെ ഖുർആൻ പഠിപ്പിക്കണം എന്ന് വെച്ചാൽ ഏത് മതം അനുസരിച്ച് ജീവിച്ചാലും സ്വർഗം കിട്ടുന്ന അങ്ങനെ ഖുർആനിലുണ്ട്. നമ്മൾ വെല്ലുവിളിക്കുന്നു, അള്ളാഹിൻ്റെ ഖുർആനിൽ അങ്ങനെയില്ല. അത് കളവാണ് അള്ളാഹിൻ്റെ ഖുർആൻ്റെ പേരിൽ. പക്ഷെ ഇതിൽ ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ കുഫ്രിയത്തിൻ്റെ പുസ്തകത്തിന് പച്ചയായ കുഫറും പച്ചയായ ശിർക്കും ഉൾക്കൊള്ളുന്ന ഈ പുസ്തകത്തിന് അവതാരിക എഴുതി കൊടുത്താരറിയോ? CM മൗലവി ആലുവ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അയാൾ ഇന്ന് കേരളത്തിലെ ഒരു മതസംഘടനയുടെ ഔദ്യോഗിക പണ്ഡിത സഭയുടെ ട്രഷററാണ്. അയാളാണ് ഈ പുസ്തകത്തിന് അവതാരിക എഴുതി കൊടുത്തത്. എന്താ അവതാരികയിൽ പറഞ്ഞതറിയോ? ഇതേപോലെ സർവ്വവേദങ്ങളെയും സത്യപ്പെടുത്താനുള്ള ഗ്രന്ഥകർത്താവിൻ്റെ ശ്രമം ശ്ലാഘനീയമാണ്. വലിയ കാര്യമായിപ്പോയി. ഇതിലെന്താ എഴുതിയത്? ഇതിലെഴുതിയത് പിന്നെ ഇതിൻ്റെ 25-ാമത്തെ പേജിൽ കാണാം, എല്ലാ വേദങ്ങളും സത്യവും നിത്യപ്രസക്തങ്ങളുമാണ്. ഒരു വേദവും കാലഹരണപ്പെട്ടിട്ടില്ല. അവയെല്ലാം ദൈവവചനങ്ങൾ തന്നെ. ഏത് വേദത്തെ പിൻപറ്റിയാലും മോക്ഷമുണ്ട്.
ഇതാണ് എഴുതിയത്. ഇതിന് അവതാരിക എഴുതി കൊടുത്തതാണെങ്കിൽ CM മൗലവി ആലുവ. ഇതിൽ ഇയാൾ പറയാണ്, അയാൾ ക്ലിപ്പ് കാണിക്കലില്ല, ഇയാൾ പറയാണ് മതപ്രബോധനം നടത്താൻ പാടില്ല, ഒരു മതക്കാർ മറ്റേ ആളുകളെ മതത്തിലേക്ക് ക്ഷണിക്കാൻ പാടില്ല. ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി അയാൾ ക്രിസ്ത്യ മതം ഉപേക്ഷിച്ചുകൊണ്ട് മുസ്ലിമായി കഴിഞ്ഞാൽ അയാൾ യേശുവിനോടും മുഹമ്മദ് നബിയോടും അക്രമമാണ് ചെയ്തത് എന്നൊക്കെ ഇയാൾ വലിയ വായിൽ പറയുന്നുണ്ട്. എന്നാലോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത് വിശുദ്ധ ഖുർആനിൻ്റെ ആശയമായിട്ടാണ് പ്രഖ്യാപിക്കുന്നത്. നമ്മൾ ചിന്തിച്ചു നോക്കുക, വിശുദ്ധ ഖുർആൻ പറഞ്ഞെന്താ? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിൻ്റെ പുത്രനല്ല എന്നാ. ഈസാ നബി അള്ളാഹിൻ്റെ പുത്രനാണെന്ന് വിശ്വസിച്ചാൽ മോക്ഷം ലഭിക്കൂല എന്നാ ഖുർആൻ പഠിപ്പിച്ച്. ക്രിസ്ത്യാനികൾ വിശ്വസിക്കണം എന്താ? ഈസാ നബി അള്ളാഹിൻ്റെ പുത്രനാണെന്ന്. അപ്പോൾ ഈസാ നബി അള്ളാഹിൻ്റെ പുത്രനാണെന്നുള്ളവർക്ക് മോക്ഷം കിട്ടും, ഈസാ നബി അള്ളാഹിൻ്റെ പുത്രനല്ല എന്ന് പറഞ്ഞവർക്ക് മോക്ഷം കിട്ടും. അങ്ങനെ മോക്ഷം ഉണ്ടാവും. ഈസാ നബിയെ ക്രൂശിക്കപ്പെട്ടു എന്നാണ് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത്. അള്ളാഹിൻ്റെ ഖുർആൻ പഠിപ്പിക്കണം എന്താ? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ക്രൂശിക്കപ്പെട്ടിട്ടില്ല എന്നാ. ഇത് രണ്ടും എങ്ങനെയാണ് യോജിക്കുക? അതേപോലെ തന്നെ ഏകദൈവ വിശ്വാസമാണ് ഖുർആൻ്റെ ആശയം. ഇവിടെ പറഞ്ഞു ഇന്ത്യയിലുള്ള ആളുകളൊക്കെ അഹ്ലു കിതാബാണ്, ഇവിടുത്തെ ഹിന്ദുക്കളും അഹ്ലു കിതാബാണ്, അവരുടെ വേദങ്ങളൊക്കെ വേദമാണ് എന്നൊക്കെ ഇങ്ങനെ കുഫ്രിയത്തിൻ്റെ വാദങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക സഹോദരന്മാരെ. മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ എല്ലാ കാര്യങ്ങളും സ്വീകരിച്ചാൽ മോക്ഷം കിട്ടുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ വളരെ കൃത്യമായി കൊണ്ട് കാര്യങ്ങൾ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഫൈൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൂ. ലോകത്തുള്ള മുഴുവൻ അമുസ്ലിമീങ്ങളോടും അള്ളാഹു പറഞ്ഞ എന്താണ്? നിങ്ങൾ സഹാബത്ത് വിശ്വസിച്ചതുപോലെ നിങ്ങളും വിശ്വസിച്ചാൽ നിങ്ങൾക്ക് ഹിദായത്ത് കിട്ടും. അല്ലാതെ നിങ്ങളുടെ വേദന അനുസരിച്ച് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് സ്വർഗ്ഗം കിട്ടുന്നത് ലോകത്താരും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞൊരു ചുരുക്കതാണ്. ഇങ്ങനെ പരിഷ്കരിക്കണം എന്ന് പറഞ്ഞ് അവസാനം അവൻ്റെ ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് എത്തുന്നത് ഈ പച്ചയായ കുഫ്രിയത്തിലേക്കായിരിക്കും. അതുകൊണ്ട് ഇത്തരം ആളുകളുടെ വാദങ്ങൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കുക. ഒരു പുതിയ വാദം ആരെങ്കിലും പറയുമ്പോഴേക്കും അതൊക്കെ ഇസ്ലാമാണ്, കുറച്ച് താടിമുടിയൊക്കെ വളർത്തി അതൊക്കെ ഖുർആൻ 2 ആയത്ത് ഓതിയാൽ അതൊക്കെ ഇസ്ലാമിനുള്ള ശബ്ദമാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത് എന്ന് മാത്രമേ ഈ സന്ദർഭം സൂചിപ്പിക്കാനുള്ളൂ. അള്ളാഹു നമ്മെ എല്ലാം ഹിദായത്തിൽ